ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഇൻഫോ ടോക്ക് ഷോ. എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് PSC പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. PSC മുൻ വർഷങ്ങളിലായി ചോദിച്ചിരിക്കുന്ന കുറച്ച് ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളുമാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. പ്രിലിംസ് എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുന്നവർ ഈ ഒരു വീഡിയോ മുഴുവനായിട്ടും കാണുക. പ്രധാനപ്പെട്ട PSC മുൻ വർഷങ്ങളിൽ ചോദിച്ച ഇനിയും ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഒരു മാർക്ക് പോലും നഷ്ടപ്പെടുത്താനില്ല. അതുകൊണ്ട് വീഡിയോ മുഴുവനായിട്ടും കാണണം. നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും ഷെയർ ചെയ്ത് കൊടുത്തോളൂ. അപ്പോൾ ഇതേപോലെ തന്നെ PSCയുടെ മുൻകാല വർഷ ചോദ്യങ്ങൾ നമ്മൾ ഓൾറെഡി നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവരുണ്ടെങ്കിൽ നിങ്ങൾ അതും കൂടെ ഒന്ന് കണ്ടു നോക്കുക. അപ്പോൾ ആദ്യമായിട്ട് ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. ഇതുപോലുള്ള കൂടുതൽ വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ സമയം ഒട്ടും കളയണ്ട, നമുക്ക് ഓരോ ചോദ്യങ്ങളായിട്ട് നോക്കിപ്പോകാം. സമപന്തി ഭോജനം സംഘടിപ്പിച്ചതാര്? സമപന്തി ഭോജനം സംഘടിപ്പിച്ചതാര്? ഉത്തരം ഓപ്ഷൻ സി ആണ്, വൈകുണ്ഠ സ്വാമി. സമപന്തി ഭോജനം സംഘടിപ്പിച്ചത് വൈകുണ്ഠ സ്വാമി. അയ്യങ്കാളി ജനിച്ച ദിവസം? അയ്യങ്കാളി ജനിച്ച ദിവസം? ഉത്തരം 1863 ഓഗസ്റ്റ് 28. 1863 ഓഗസ്റ്റ് 28 അയ്യങ്കാളി ജനിച്ചത്. അടുത്ത ചോദ്യം ഇതാണ്. അക്കമ്മ ചെറിയാൻ എന്ന പുസ്തകം എഴുതിയത് ആരാണ്? അക്കമ്മ ചെറിയാൻ എന്ന പുസ്തകം എഴുതിയത് ആരാണ്? ഉത്തരം നോക്കിക്കോളൂ. ആർ പാർവതി ദേവി. അക്കമ്മ ചെറിയാൻ എന്ന പുസ്തകം എഴുതിയിരിക്കുന്നത് ആർ പാർവതി ദേവി. അടുത്ത ചോദ്യം നോക്കിക്കോളൂ. 1980 അയ്യങ്കാളി പ്രതിമ വെള്ളയമ്പലത്ത് അനാച്ഛാദനം ചെയ്ത ഇന്ത്യൻ പ്രധാനമന്ത്രി ആര്? 1980 അയ്യങ്കാളി പ്രതിമ വെള്ളയമ്പലത്ത് അനാച്ഛാദനം ചെയ്ത ഇന്ത്യൻ പ്രധാനമന്ത്രി ആരാണ്? ഉത്തരം ഇതാണ്, ഓപ്ഷൻ ബി, ഇന്ദിരാഗാന്ധി. 1980 അയ്യങ്കാളി പ്രതിമ വെള്ളയമ്പലത്ത് അനാച്ഛാദനം ചെയ്ത ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് ഇന്ദിരാഗാന്ധി. അടുത്ത ചോദ്യം നോക്കാം. ദക്ഷിണേന്ത്യയിൽ ആദ്യമായി കണ്ണാടി പ്രതിഷ്ഠ നടത്തിയ നവോത്ഥാന നായകൻ ആര്? ദക്ഷിണേന്ത്യയിൽ ആദ്യമായി കണ്ണാടി പ്രതിഷ്ഠ നടത്തിയ നവോത്ഥാന നായകൻ ആര്? ഉത്തരം ഇതാണ്, വൈകുണ്ഠ സ്വാമി. ദക്ഷിണേന്ത്യയിൽ ആദ്യമായി കണ്ണാടി പ്രതിഷ്ഠ നടത്തിയ നവോത്ഥാന നായകനാണ് വൈകുണ്ഠ സ്വാമി. അടുത്ത ചോദ്യം നോക്കാം. ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരെ കേരളത്തിൽ നടന്ന ആദ്യത്തെ സംഘടിത കലാപം? ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരെ കേരളത്തിൽ നടന്ന ആദ്യത്തെ സംഘടിത കലാപം? ഉത്തരം ആറ്റിങ്ങൽ കലാപമാണ്. ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരെ കേരളത്തിൽ നടന്ന ആദ്യത്തെ സംഘടിത കലാപമാണ് ആറ്റിങ്ങൽ കലാപം. ഇനി അടുത്ത ചോദ്യം നോക്കിക്കോളൂ. കേരളത്തിൽ ഏറ്റവും കുറവ് മഴ ലഭിക്കുന്ന പ്രദേശം? കേരളത്തിൽ ഏറ്റവും കുറവ് മഴ ലഭിക്കുന്ന പ്രദേശം? ഉത്തരം ഓപ്ഷൻ എ ആണ്, ചിന്നാർ. കേരളത്തിൽ ഏറ്റവും കുറവ് മഴ ലഭിക്കുന്ന പ്രദേശമാണ് ചിന്നാർ. കേരളത്തിൽ ശൈത്യകാലം അനുഭവപ്പെടുന്നത് എപ്പോൾ? കേരളത്തിൽ ശൈത്യകാലം അനുഭവപ്പെടുന്നത് എപ്പോഴാണ്? ഉത്തരം ഡിസംബർ ഫെബ്രുവരി മാസത്തിലാണ് കേരളത്തിൽ ശൈത്യകാലം അനുഭവപ്പെടുന്നത്. ഡിസംബർ ഫെബ്രുവരി മാസത്തിൽ. അടുത്ത ചോദ്യം. പക്ഷിപാതാളം ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? പക്ഷിപാതാളം ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ഉത്തരം വയനാട്. പക്ഷിപാതാളം ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? വയനാട് ജില്ലയിലാണ്. അടുത്ത ചോദ്യം. കേരളത്തിലെ ആദ്യത്തെ കയർ ഫാക്ടറി ആലപ്പുഴയിൽ സ്ഥാപിതമായത് ഏത് വർഷത്തിൽ? കേരളത്തിലെ ആദ്യത്തെ കയർ ഫാക്ടറി ആലപ്പുഴയിൽ സ്ഥാപിതമായത് ഏത് വർഷമാണ്? ഉത്തരം AD 1859. AD 1859 കേരളത്തിലെ ആദ്യത്തെ കയർ ഫാക്ടറി ആലപ്പുഴയിൽ സ്ഥാപിതമാവുന്നത്. അടുത്ത ചോദ്യം. ടൂറിസത്തെ വ്യവസായമായി അംഗീകരിച്ച ആദ്യ സംസ്ഥാനം?
ടൂറിസത്തെ വ്യവസായമായി അംഗീകരിച്ച ആദ്യ സംസ്ഥാനം ഏതാണ്? ഉത്തരം നോക്കാം. കേരളം. ടൂറിസത്തെ വ്യവസായമായി അംഗീകരിച്ച ആദ്യ സംസ്ഥാനമാണ് കേരളം. അടുത്ത ചോദ്യം. മദ്യം ബാധിക്കുന്ന തലച്ചോറിൻ്റെ ഭാഗം. മദ്യം ബാധിക്കുന്ന തലച്ചോറിൻ്റെ ഭാഗം ഏതാണ്? ഉത്തരം സെറിബെല്ലമാണ്. മദ്യം ബാധിക്കുന്ന തലച്ചോറിൻ്റെ ഭാഗം സെറിബെല്ലം. അടുത്ത ചോദ്യം. പേശികളെക്കുറിച്ചുള്ള പഠനമാണ്. എന്താണ് പേശികളെക്കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നത്? ഉത്തരം ഓപ്ഷൻ ബി മയോളജി. പേശികളെക്കുറിച്ചുള്ള പഠനം മയോളജി. അടുത്തത്. ചുവടെ ചേർത്തിട്ടുള്ളവയിൽ വൈറ്റമിൻ എച്ച് എന്നറിയപ്പെടുന്നത് ഏതാണ്? ചുവടെ ചേർത്തിട്ടുള്ളവയിൽ വൈറ്റമിൻ എച്ച് എന്നറിയപ്പെടുന്നത് ഏതാണ്? ഉത്തരം ഓപ്ഷൻ എ ബയോട്ടിൻ. ചുവടെ ചേർത്തിട്ടുള്ളവയിൽ വൈറ്റമിൻ എച്ച് എന്നറിയപ്പെടുന്നത് ബയോട്ടിനാണ്. അടുത്ത ചോദ്യം ഇതാണ്. 1972 അമേരിക്കയിൽ DDT നിരോധിക്കാൻ കാരണമായ പുസ്തകം ഏത്? 1972 അമേരിക്കയിൽ DDT നിരോധിക്കാൻ കാരണമായ പുസ്തകം. ഉത്തരം ഓപ്ഷൻ സി സൈലന്റ് സ്പ്രിംഗ്. അടുത്ത ചോദ്യം ഇതാണ്. താഴെ തന്നിരിക്കുന്നവയിൽ സങ്കരയിനം പാവൽ ഏത്? താഴെ തന്നിരിക്കുന്നവയിൽ സങ്കരയിനം പാവൽ ഏത്? ഉത്തരം നോക്കിക്കോളൂ. പ്രിയങ്ക. താഴെ തന്നിരിക്കുന്നവയിൽ സങ്കരയിനം പാവലാണ് പ്രിയങ്ക എന്നറിയപ്പെടുന്നത്. അടുത്ത ചോദ്യം നോക്കിക്കോളൂ. ശാസ്ത്രീയമായി തേനീച്ച വളർത്തുന്ന രീതി. ശാസ്ത്രീയമായി തേനീച്ച വളർത്തുന്ന രീതി എന്താണ് അറിയപ്പെടുന്നത്? ഉത്തരം എപ്പികൾച്ചറാണ്. ശാസ്ത്രീയമായി തേനീച്ച വളർത്തുന്ന രീതി എപ്പികൾച്ചർ എന്നാണ് അറിയപ്പെടുന്നത്. അടുത്ത ചോദ്യം. കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് എവിടെ? കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഉത്തരം പീച്ചി. കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് പീച്ചിയിലാണ്. ഇനി അടുത്ത ചോദ്യം നിങ്ങൾക്കായുള്ളതാണ്. ചോദ്യം നോക്കിക്കോളൂ. സൈലന്റ് വാലി ദേശീയോദ്യാനത്തിൽ സംരക്ഷിക്കുന്ന വംശനാശ ഭീഷണി നേരിടുന്ന ജീവി ഏത്? സൈലന്റ് വാലി ദേശീയോദ്യാനത്തിൽ സംരക്ഷിക്കുന്ന വംശനാശ ഭീഷണി നേരിടുന്ന ജീവി ഏതാണ്? ഓപ്ഷൻസ് നോക്കാം. സിംഹവാലൻ കുരങ്ങ്, വെരുക്, വരയാട്, മലമുഴക്കി വേഴാമ്പൽ. ഇതിൽ നിന്നും ശരിയായ ഉത്തരം എല്ലാവരും നമ്മുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ നിങ്ങളുടെ പേരും കൂടെ ആഡ് ചെയ്തോളൂ. ഇനി കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾക്കായി തന്ന സ്പെഷ്യൽ ക്വസ്റ്റ്യൻ്റെ ഉത്തരം നോക്കാം. ചോദ്യം ഇതായിരുന്നു. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ഭാരം കുറഞ്ഞ അവയവം. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ഭാരം കുറഞ്ഞ അവയവം. ഓപ്ഷൻസ് വൃക്ക, പാൻക്രിയാസ്, ശ്വാസകോശം, കരൾ. ഇതിൽ ശരിയായ ഉത്തരം വരുന്നത് ശ്വാസകോശമാണ്. അപ്പോൾ ശരിയായ ഉത്തരം കമൻറ്റ് ചെയ്തവർക്ക് എല്ലാവർക്കും കൺഗ്രാജുലേഷൻസ്. ഇതുപോലെ നമ്മൾ തരുന്ന സ്പെഷ്യൽ ക്വസ്റ്റ്യന് ഇനിയും നിങ്ങൾ ആൻസർ ചെയ്യണം. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് കരുതുന്നു. ഇതുപോലെ കൂടുതൽ വീഡിയോസിനായി നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.